ശ്രീകുമാർ കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് പാലക്കാട് നിന്ന് ഒരു ചർച്ച നടത്തുമ്പോൾ താങ്കളുണ്ട്, നിതിൻ കണിച്ചേരിയുണ്ട്. നിതിൻ കണിച്ചേരി പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. ഈ സന്ദീപ് വാര്യർ വിഷയം ശ്രീ നിതിൻ കണിച്ചേരിയോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് സന്ദീപ് വാര്യർ വരികയാണെങ്കിൽ ഞങ്ങൾക്കതിനകത്ത് എതിർപ്പില്ല. ഈ പറഞ്ഞ പോലെയല്ല. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം വളരെ സൗമ്യമായിട്ട്. ശ്രീകുമാർ താങ്കൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുള്ളതുകൊണ്ടാണ്. താങ്കൾ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു എനിക്കൊപ്പം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് അവരുടെ ഞാനിപ്പോ പറയാൻ പോകുന്നതാണ്, കേരളത്തിലെ ഈ പാലക്കാട്ട് സന്ദീപ് വാര്യരുടെ വിഷയത്തെ കുറിച്ച് CPM നേതാക്കളുടെ അഭിപ്രായം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് CPM നേതാക്കളെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം? ഇന്ന് രാജേഷൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? കഴിഞ്ഞ തവണ രാജേഷ് പറഞ്ഞ നിങ്ങളുടെ പേരുണ്ട്. അതായത് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാം, നാളെ പറയുന്നത് ഇന്ന് പറയുമ്പോൾ കേൾക്കുന്നവരല്ല നാളത്തെ ശ്രോതാക്കൾ എന്ന് CPM അറിയാം. നുണ പറയാ അവരിപ്പോ CPM. അതായത് നുണ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയ പാർട്ടിയാണ് CPM എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നുണ ഒരു രാഷ്ട്രീയ ആയുധം. ഇന്ന് പറഞ്ഞ എന്താണ് ഈ മന്ത്രി MP രാജേഷ്? അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്താണ്? AK ബാലൻ പറഞ്ഞ എന്താണ്? ഇനി അതൊക്കെ പോട്ടെ, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ എന്താണ്? ഈ ആരെങ്കിലും ഇനി പാർട്ടിയുടെ പാലക്കാട് CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താണ്? ഏത് ഇടതുമുന്നണി നേതാവാണ് സന്ദീപ് വാര്യരെ തള്ളി പറഞ്ഞ ആദ്യഘട്ടത്തില്? പക്ഷെ അദ്ദേഹം പോയില്ല, അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കൂ. ശ്രീ N ശ്രീകുമാർ, ഹരിഗോവിന്ദൻ ഇന്ന് കോൺഗ്രസ് നേതാവ് ഹരിഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സന്ദീപ് വാര്യർ CPM-ഉമായിട്ട് ചർച്ച നടത്തി. അതായിരിക്കും പ്രതിഫലിച്ചിട്ടുണ്ടാവുക CPM നേതാക്കളുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ആ ചർച്ച എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു കോൺഗ്രസിലേക്ക് പോയി? അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റജി അല്ല, മറ്റെന്തെങ്കിലും ഡീൽ അതിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ടോ? ഒറ്റപ്പാലം നിയമസഭാ സീറ്റ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ തള്ളിക്കളയാം. അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കൂടിയായിരിക്കുമോ അങ്ങനെ ഒരു അപ്രതീക്ഷ ട്വിസ്റ്റൊക്കെ പാലക്കാട് ഉണ്ടായിട്ടുണ്ടാവുക? നോക്കൂ, സന്ദീപ് വാര്യർ CPM-ആയിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞാൽ നമ്മൾ അതാണ് വിശ്വസിക്കേണ്ടത്. സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഒക്കെ ചർച്ച നടത്തുന്നത് ഒരു വിഷയമല്ല. സന്ദീപ് വാര്യർ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. 2 ആഴ്ചയായിട്ട് അദ്ദേഹം ഒരുപാട് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച അദ്ദേഹവുമായി ചർച്ച നടത്തി അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് അദ്ദേഹം പാണക്കാട് പോകാൻ പാടില്ല. അദ്ദേഹം പിന്നെ ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലേ? വ്യക്തി സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു പാർട്ടി ചേരുമ്പോൾ അതുവരെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരുന്ന ഒരു പാർട്ടി അദ്ദേഹത്തെ മയച്ചമായ രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണത്? അത് കേരളത്തിലെ ജനങ്ങൾ CPM-നെ വിലയിരുത്തുകയാണ്. അതായത് നിങ്ങളെന്നാ ആലോചിച്ച് നോക്കുക. പറഞ്ഞ പാലക്കാട് CPM-ന് 2 അജണ്ടയേ ഉള്ളൂ. ഒന്നെന്താണ്? VD സതീശൻ വിരുദ്ധ അജണ്ട. അത് CPM BJP ഒരുപോലെ പ്രവർത്തിപ്പിക്കുക. മുഖ്യമന്ത്രിയോടല്ല ഇന്ന് K സുരേന്ദ്രൻ ചോദിച്ചത്. K സുരേന്ദ്രന്റെ ചോദ്യം മുഴുവൻ VD സതീശനോടാ. പിന്നെ അപ്പുറത്തെ AK ബാലന്റെ ചോദ്യം മുഴുവൻ VD സതീശനോടാ. BJPയുടെ സംസ്ഥാന ദേശീയ നേതാവ് നരേന്ദ്രമോദിയോടല്ല. അതായത് VD സതീശനാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും നല്ല തന്ത്രശാലിയായിട്ട് പാലക്കാട്ട് CPM-നെ BJPയെയും ഒരുപോലെ മുക്കി താഴ്ത്തുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ച നേതാവ് VD സതീശനാണെന്ന് വരികയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പറയൂ, എന്തിനാണ് VD സതീശനോട് ഇവർക്ക് ഇത്ര ദേഷ്യം? അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പോയെന്നല്ലേ ഉള്ളൂ. K മുരളീധരനാണ് നല്ലത്, മിടുക്കൻ. കാരണം എന്താണ്? K മുരളീധരൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയം കലർത്തി പറയും. നേരത്തെ അവരുടെ പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട്. മുരളീധരൻ പറഞ്ഞ എന്താണ്? സന്ദീപ് വാര്യർ വരുമോ എന്ന് പത്രക്കാർ മുരളിയോട് ചോദിച്ചു. അപ്പൊ മുരളി എന്താ പറഞ്ഞത്? ഇവിടെ തന്നെ നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ സന്ദീപ് വാര്യർ ഒന്ന് വിളിച്ചുകൂടെ കൊണ്ടുവേണ്ട. ആ ഒരു തമാശ കൂടെ നിങ്ങളിൽ നേരിട്ട് പറഞ്ഞു സന്ദീപ് വാര്യർ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് ചാടിയാൽ അടുത്ത ബ്ലോക്ക് തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ചാടും ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റുന്നു? നേരിട്ട് എന്നോട് പറഞ്ഞു ശ്രീകുമാർ. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ വൗച്ച് ചെയ്ത് പറയാം. അങ്ങനെ തന്നെ പറഞ്ഞു. ശരിയായിരിക്കാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങളോട് നേരിട്ട് ശരിയായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുരളീധരന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉൾക്കൊള്ളുന്നതല്ല. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഇനി കോൺഗ്രസിന്റെ ഒരു പരിപാടിയും പങ്കെടുക്കില്ല പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല പറഞ്ഞില്ലേ? അദ്ദേഹം പാലക്കാട്ടിനെ, അത് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എടുക്കാം. പാലക്കാട് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞേ, ഞാൻ പാലക്കാട്ട് പോകുന്ന കാര്യം പോകാൻ തീരുമാനിച്ചപ്പോ എന്താ പറഞ്ഞ മുരളീധരൻ? ഞാൻ കൈപ്പത്തിക്കും, അതുപോലെ കോൺഗ്രസിനും UDF-നും കൈപ്പത്തിക്കുമാണ് വോട്ട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ വലിയ വാർത്തയാക്കി ചാനലുകള്. അദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങളുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ? അതിൽ ഞാൻ യോജിക്കുന്നില്ല ശ്രീകുമാർ. അത് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഏത് തരം പ്രചാരണത്തിന് അദ്ദേഹം വന്നാലും മാധ്യമങ്ങളോട് പറയാനുള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്തോ പരോക്ഷമായിട്ടോ ഒക്കെ K മുരളീധരൻ പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഞാൻ എന്ന ഭാവങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചാൽ പോലും മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ തിരികെ എത്താം.